മഴയ്ക്ക് താൽക്കാലിക ശമനമായി. എങ്കിലും നദികളിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. പല നദികളിലും അപകടനിലയ്ക്ക് മുകളിലാണ് ജലനിരപ്പ് ഇപ്പോഴുള്ളത്. പ്രളയമില്ലെങ്കിലും പ്രളയസമാനമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കിഴക്കൻ പ്രദേശങ്ങളിൽ മഴ രാത്രിയിൽ ശക്തമായതിനെ തുടർന്ന് കോതമംഗലം പുഴയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. മഴ താൽക്കാലികമായി ശമിച്ചുവെങ്കിലും നദികളിൽ ജലനിരപ്പ് കുറയാതെ നിൽക്കുകയാണ്. പല നദികളിലും അപകടനിലയ്ക്കും മുകളിലാണ് ജലനിരപ്പ്. കോതമംഗലത്ത് താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും വെള്ളം കയറിയെങ്കിലും നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം നഗരപരിധിയിലുള്ള പ്രധാന പുഴയായ കോഴിപ്പള്ളി പുഴയിൽ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ്. മൂവാറ്റുപുഴയാറിൽ ജലനിരപ്പ് അപകടനിലയ്ക്കും മുകളിലാണ്. രാവിലെ 9 മണിക്ക് ജലനിരപ്പ് 12.42 മീറ്ററാണ്. മുന്നറിയിപ്പ് നൽകുന്നത് 10.92 മീറ്ററിൽ എത്തുമ്പോഴാണ്. അപകടനില 11.93 മീറ്ററാണ്. കാളിയാറിൽ ജലനിരപ്പ് പരിധി കടന്ന് നിൽക്കുകയാണ്. ശക്തമായ നീരൊഴുക്കാണ് അനുഭവപ്പെടുന്നത്. 13.41 മീറ്ററാണ് രാവിലെ 9-ന് രേഖപ്പെടുത്തിയ ജലനിരപ്പ്. 13.10 മീറ്ററാണ് മുന്നറിയിപ്പ് നിരക്ക്. 14.1 മീറ്ററാണ് അപകടനില. മുന്നറിയിപ്പ് നിരപ്പിന് മുകളിലാണ് നിലവിൽ ജലനിരപ്പുള്ളത്. ഇത്തരം പ്രധാന നദികളിൽ ജലനിരപ്പ് ഉയരുന്നത് നേരിട്ട് ബാധിക്കുക കോതമംഗലം പുഴ ഉൾപ്പെടെയുള്ള പോഷക നദികളെയാണ്. കൃഷിയിടങ്ങൾ പലതും വെള്ളത്തിനടിയിലാകാൻ ഇത് കാരണമാകും. കഴിഞ്ഞ രാത്രിയിൽ മഴ കനത്തതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായത്. അതേസമയം രാവിലെ മുതൽ മഴയുടെ ശക്തി നന്നേ കുറഞ്ഞ മട്ടാണ്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.